ഒഴിവാക്കാനുള്ള എന്തൊക്കെ നീക്കങ്ങൾ ആരൊക്കെ നടത്തിയിരുന്നാലും അതിന് നമ്മളെല്ലാവരും പിന്തുണ രേഖപ്പെടുത്തണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം അലാമിംഗ് റേറ്റിലാണ് ഈ കൊലപാതകമൊക്കെ പോകുന്നത്. ഓരോ ദിവസവും രാവിലെ കാണുന്നത് വെട്ടിക്കൊന്നു എന്നുള്ളതാണ് കാണുന്നത്. അച്ഛൻ മകനെ വെട്ടിക്കൊന്നു, മകൻ അച്ഛനെ വെട്ടിക്കൊന്നു, സംശയത്തിന്റെ പേരിൽ കാമുകനെ വെട്ടിക്കൊന്നു, അല്ലെങ്കിൽ ഭാര്യയെ വെട്ടിക്കൊന്നു, അല്ലെങ്കിൽ ഭാര്യയും കുട്ടികളും ചേർന്ന് റെയിൽവേ ട്രാക്കിൽ ആത്മഹത്യ ചെയ്തു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അഹങ്കരിക്കാൻ യാതൊരു നിർവാഹവുമില്ല, നമുക്ക് സന്തോഷിക്കാൻ നിർവാഹമില്ല. നമ്മളെല്ലാവരും കുറച്ച് ഡെസ്പറേറ്റ് ആണ്, ദുഃഖത്തിലാണ്. ഈ നാടിന്റെ ഈ കാര്യം ഈ സമയത്ത് തുടർന്ന് പ്രവർത്തിക്കേണ്ടത് തന്നെയാണ്. ഇപ്പോൾ ഭാഗ്യവശാൽ സർക്കാരും പ്രതിപക്ഷവും എല്ലാവരും തന്നെ ഒരു കോമൺ ഫൈറ്റിന് വേണ്ടി, കോമൺ ഈ വാറിന് വേണ്ടി തുടക്കം കുറിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ കൂടെ കലാ സമൂഹം നിൽക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കുടുംബ ബന്ധങ്ങളിലെ തകർച്ചയാണ് ഇതിന് ഒരു പ്രധാന കാരണമെന്നാണ് വിദഗ്ധരൊക്കെ പറയുന്നത്. അതായത് സമൂഹത്തിലെ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് വരുന്നതിന്റെ കാരണം കുടുംബ ബന്ധങ്ങളിൽ നിന്ന് കിട്ടാത്ത ഒരു പ്രശ്നങ്ങളുടെ തുടക്കമായിട്ടാണ് പറയുന്നത്. അപ്പൊ ഈ സിനിമ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള കുടുംബ ബന്ധങ്ങളെ കുറിച്ച് ശാക്തീകരിക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള മെസ്സേജുകൾ കൊടുക്കുന്നുണ്ടോ? അങ്ങനെ എന്താ പറയുക, സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് കൊടുക്കുന്നില്ല എങ്കിലും വരികൾക്കിടയിൽ വായിച്ചെടുക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം ഈ പറയുന്ന അച്ഛൻ ജീവിച്ചിരിക്കുമ്പോഴുള്ള അച്ഛന് വേണ്ടി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ, അച്ഛന് വേണ്ടി ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു പശ്ചാത്താപം അല്ലെങ്കിൽ കുറ്റബോധം, ഇതൊക്കെ ഇതിൻ്റെ ഇടയിൽ ചെറുതായിട്ടെങ്കിലും ചർച്ച ചെയ്ത് പോകുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു ജീവിച്ചിരിക്കുമ്പോൾ പലപ്പോഴും അച്ഛനമ്മമാർക്ക് വേണ്ടി ചെയ്യേണ്ട പല കാര്യങ്ങളും ചെയ്തിട്ടില്ല എന്ന കുറ്റബോധം പലരെയും ഹോണ്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ ചില കലാസൃഷ്ടികളിലൂടെ, സാഹിത്യ സൃഷ്ടികളിലൂടെ അത് വായിക്കുമ്പോൾ നമ്മുടെ കണ്ണ് നിറയുന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ നമ്മുടെ അനുഭവങ്ങളുമായിട്ട് നമ്മൾ എത്രത്തോളം ചേർന്ന് നിൽക്കുന്നു എന്ന് നമ്മൾ നോക്കാറുണ്ട്. ഈ സിനിമയിലും അത്തരം ചില കാര്യങ്ങൾ ഹാസ്യരൂപേണ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ അത് നമ്മളെ തന്നെ കുറ്റപ്പെടുത്തുകയാണ്. ഞങ്ങൾ നിങ്ങൾ എന്നല്ല, നമ്മളെല്ലാവരും കുറ്റക്കാരാണെന്നാണ് ഈ സിനിമ പറയുന്നത്. നമ്മളെല്ലാവരും നമ്മുടെ അച്ഛനമ്മമാരെ സ്നേഹിക്കണം, നമ്മുടെ അച്ഛനമ്മമാരുടെ സ്വത്തിന്റെ പിന്നാലെ ഇങ്ങനെ പോകരുത്. അവിടെ എന്ത് ലൈഫ് എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് ആയിട്ട് കുടുംബ ബന്ധങ്ങൾക്ക് വലിയ വാല്യൂ ഉണ്ടെന്നുള്ളത് ഈ ചിത്രത്തിൽ പറയാതെ പറഞ്ഞു പോകുന്നുണ്ട്. അർജുനാവാനായിരുന്നു ഇഷ്ടമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജീവൻ എന്തുകൊണ്ടാണ് ഇന്ദ്രൻ സാറിനെ കൊടുത്തത് എന്തുകൊണ്ടാണ്? കാരണം ഏറ്റവും ശക്തനായിട്ടുള്ള കഥാപാത്രമാണ് ജീവൻ. അവർക്ക് ഇതിനുകൊണ്ടാണ് എല്ലാം കൊണ്ട്. അപ്പൊ അതിനെന്തെങ്കിലും ഒരു പൊളിറ്റിക്സ് ആ രീതിയിൽ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ആഗ്രഹിച്ചത് ഭീമൻ റോള് തന്നെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ക്യാരക്ടറിന്റെ പേര് അർജുനൻ എന്നാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. കാരണം ധർമ്മൻ മരിച്ചുപോയി, രണ്ടാമത് ഇന്ദ്രൻസ്, മൂന്നാമത് കഥ പറയുമ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ പേര് അർജുനൻ ആവുന്നു. പക്ഷെ അർജുനൻ എന്നെക്കാളും സുന്ദരനായ ഒരു ചെറുപ്പക്കാരനാണ് കൊടുത്ത ആ റോള്. നകുലനും സഹദേവനും എനിക്കും പ്രശാന്തനും തന്നു. പേര് മാത്രമേ ഉള്ളൂ. കഥാപാത്രങ്ങൾ എന്ന നിലയിൽ അഞ്ച് പേർക്കും ഇതിൽ ധർമ്മന് ഇമ്പോർട്ടൻസ് ധർമ്മന്റെ പത്നിക്ക് കൊടുത്തിട്ടുണ്ട്. ബാക്കി 4 പേർക്കും ഏകദേശം തുല്യ പ്രാധാന്യമാണ്. എനിക്ക് കളിക്ക് അല്ലെങ്കിൽ തമാശയ്ക്ക് വേണ്ടി പറയാമെന്നുള്ളേ ഉള്ളൂ. എനിക്ക് ഈ പഞ്ചപാണ്ഡവരിലെ എല്ലാ കഥാപാത്രങ്ങൾക്കും തുല്യ പ്രാധാന്യമാണെന്ന് തോന്നിയിട്ടുണ്ട്. അതിൽ കൂടുതൽ നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യുന്ന, പല കാരണങ്ങളാൽ ചർച്ച ചെയ്യുന്നത് ധർമ്മപുത്രൻ, ഭീമൻ, അർജുനൻ. നകുലനും സഹദേവനും അധികം ചർച്ച ചെയ്യപ്പെടുന്നില്ല. അല്ല, ഇത് വ്യക്തിപരമായ ആരെങ്കിലും പരിഹസിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. യഥാർത്ഥത്തിൽ ഏത് നായകനാണ് എത്ര സൂപ്പർ ഹിറ്റ് തന്നാലും അദ്ദേഹത്തെ അമാനുഷികനെന്ന് വിശേഷിപ്പിക്കുന്നതിനോടും എനിക്ക് യോജിപ്പില്ല. അതേ അവസരത്തിൽ പരാജയപ്പെട്ടു എന്നതിൻ്റെ പേരിൽ ഒരു നടനെയോ നായകനെയോ പരിഹസിക്കുന്നതിനോടും എനിക്ക് യോജിപ്പില്ല. അത് അങ്ങനെ ആ ഒരു വ്യക്തിപരമായ ആ ഒരു രീതിയിൽ നമ്മൾ കണക്കിലെടുക്കാൻ പറ്റില്ല. പിന്നെ യഥാർത്ഥത്തിൽ ഈ സിനിമകളെല്ലാം തന്നെ നിർമ്മിക്കുമ്പോൾ എല്ലാവർക്കും വലിയ പ്രതീക്ഷകളാണ്. ഈ കണക്കൂട്ടൽ പ്രേക്ഷകരെ അത് ഇഷ്ടപ്പെടും എന്ന വിശ്വാസത്തോടെയാണ് പലപ്പോഴും സിനിമയുമായി മുന്നോട്ട് വരുന്നത് കലാസൃഷ്ടി. അത് പ്രേക്ഷകർ റിജക്റ്റ് ചെയ്യേണ്ട സാഹചര്യം വരുമ്പോൾ തീർത്തും പ്രേക്ഷകർ വലിയ പ്രതീക്ഷയോടെ വരുമ്പോൾ അവരെ നിരാശപ്പെടുത്തുമ്പോൾ അവർ വളരെയധികം ഡിസപ്പോയിൻറ്റഡ് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ്, അതൊരു നായകനെതിരെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്നതിനപ്പുറം നായകനിൽ അർപ്പിച്ച പ്രതീക്ഷ തകർത്തയിലുള്ള ദേഷ്യമാണ്. നായകനോടുള്ള ദേഷ്യമല്ല, വ്യക്തിയോട്. ഇനി ഏത് ഹീറോ ആണെങ്കിലും ശരി, അതെന്തെങ്കിലും കാണും എന്ന് വിചാരിച്ച് വന്നിട്ട് ഒന്നുമില്ല എന്ന് വരുമ്പോൾ അത് ഇന്നൊരാൾ നാളെ വേറൊരാൾ. എൻ്റെ ഒരു ചിത്രം എന്തെങ്കിലും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച് വന്നിട്ട് ഞാൻ ഇതേപോലെ പ്രൊമോഷനിലൊക്കെ ഇരുന്ന് പറഞ്ഞിട്ട് അവിടെ വരുമ്പോൾ തീർത്തും നിരാശപ്പെടുത്തിയാൽ ആ പ്രതീക്ഷ തകർത്തതിൻ്റെ ഒരു ദേഷ്യമോ
എന്തെങ്കിലും ഒരു വികാരമോ നിങ്ങൾക്ക് എന്നോട് ഉണ്ടാവും. അതിൽ ഞാൻ പരിഭവിച്ചിട്ട് കാര്യമില്ല. അത്രയേ ഉള്ളൂ. അത് എനിക്കെതിരെയുള്ള അല്ലെങ്കിൽ എന്നോടുള്ള വ്യക്തിപരമായ വിരോധമായിട്ട് ഞാൻ കണക്കാക്കില്ല. ഒരു ഓൺലൈൻ ഗെയിമിംഗ് ആപ്പിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പരസ്യം പുള്ളി പ്രൊമോട്ട് ചെയ്തു. അപ്പം അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ പുള്ളിക്ക് സാമൂഹ്യ പ്രതിബദ്ധത ഇല്ല എന്നാണ് പറയുന്നത്. അപ്പം അതിനോട് എന്താണ് അഭിപ്രായം? കലാകാരന് സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടാകണം എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം സമൂഹത്തോട് ഒരു ഉത്തരവാദിത്വമുണ്ട്. ഞാനൊക്കെ വളരെ പേടിച്ചാണ് ഇപ്പോൾ ഒരു പരസ്യത്തിന് എൻഡോഴ്സ് ചെയ്യാൻ പറയുമ്പോൾ, ഒരു ഉദാഹരണത്തിന് ഒരു പണമിടപാട് സ്ഥാപനം, അത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമല്ലെങ്കിൽ നാളെ പ്രേക്ഷകര് അല്ലെങ്കിൽ ജനങ്ങൾ എന്നോട് പറയും, ജഗദീഷ് പറഞ്ഞിട്ടാണ് ഞങ്ങളൊക്കെ കൊണ്ട് പൈസ ഇട്ടത്, ഞങ്ങൾക്ക് പറ്റിക്കപ്പെട്ടിരിക്കുകയാണെന്ന് പറയാം. അതുകൊണ്ട് ഒരു പണമിടപാട് സ്ഥാപനമാകുമ്പോൾ അതിൻ്റെ റെപ്യൂട്ടേഷൻ എന്താണെന്ന് അന്വേഷിച്ചറിയേണ്ട ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഇന്നിപ്പോൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അനുസരിച്ച് നമ്മളൊരു ക്രീം തേച്ചാൽ മുഖം വെളുക്കും എന്ന് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ക്രീമിൻ്റെ ഒരു ഫലം എന്താണെന്നുള്ളത് ഒരു നടൻ ബോധ്യപ്പെട്ടതിന് ശേഷമേ അതിനുവേണ്ടി എൻഡോഴ്സ് ചെയ്യാവൂ എന്നാണ് ഇപ്പോഴത്തെ റൂള്. അതുകൊണ്ട് നമ്മൾ അല്പം സൂക്ഷിക്കണം. പിന്നെ സമൂഹത്തോട് നമുക്ക് ഉത്തരവാദിത്വമുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ഒഴിഞ്ഞ് മാറി നിൽക്കാൻ പറ്റില്ല. സമൂഹത്തോട് ഉത്തരവാദിത്വമുണ്ട്. ഇത് പറയുമ്പോൾ ഇത് ധ്യാൻ ശ്രീനിവാസനെതിരെ ഒളിയമ്പുമായി ജഗദീഷ് എന്ന് കൊടുക്കരുത് പ്ലീസ്. അത് എനിക്ക് വളരെ വിഷമമുള്ള കാര്യമാണ്. കാരണം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും എന്നെ സഹായിച്ചിട്ടുള്ള എനിക്ക് പാത വെട്ടി തുറന്നു തന്നിട്ടുള്ള ശ്രീനിവാസന്റെ മകൻ എന്ന നിലയിലും എൻ്റെ ഒരു അനിയൻ എന്ന നിലയിലും ധ്യാൻ എനിക്ക് വളരെ ഇഷ്ടമാണ്. എൻ്റെ സഹോദരൻ, എൻ്റെ അനിയൻ. അപ്പോൾ അത് ധ്യാൻ ശ്രീനിവാസനെതിരെയുള്ള ഒളിയുമ്പോ ഒന്നുമല്ല. ഞാൻ പറയുന്നത് ധ്യാൻ ശ്രീനിവാസനോട് വിയോജിപ്പുണ്ട് എന്ന് വേണമെങ്കിൽ രേഖപ്പെടുത്തിക്കൊള്ളൂ. കലാകാരന് സമൂഹത്തോട് പ്രതിബദ്ധത വേണം എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം എന്ന് കൊടുത്തോളൂ. പക്ഷെ അത് അദ്ദേഹത്തിനെതിരെ വ്യക്തിപരമായിട്ടുള്ള ഒരു പരാമർശമായിട്ട് നിങ്ങൾ കൊടുക്കരുത് പ്ലീസ്. അനുസരിച്ച് ഈ സമരം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. ഒന്ന്, നടീനടന്മാരും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തമ്മിലുള്ള ആ തർക്കം, അതിന് വേണ്ട ചർച്ചകൾ, അനൗപചാരിക ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇപ്പം അതിൽ തന്നെ വിജയം കണ്ടെത്തും. പിന്നെ സർക്കാരും ഫിലിം ഇൻഡസ്ട്രിയും തമ്മിലുള്ള ഒരു സമരമാണ്. അതിൽ ഇലക്ട്രിസിറ്റി ടാരിഫ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അത് സർക്കാരുമായിട്ട് നമ്മൾ ഒന്നിച്ച് നിൽക്കും. അതിൽ സർക്കാരിന് എത്രത്തോളം ചെയ്യാൻ കഴിയുന്നുള്ളത് സർക്കാർ ആ അവസരത്തിൽ വ്യക്തമാക്കും. അപ്പോൾ അത് സർക്കാർ വ്യക്തമാക്കി കഴിഞ്ഞിരുന്നാൽ ആ സമരം ഒഴിവാക്കും. അല്ലാതെ സർക്കാരിനെതിരെ ഒരു സമരം ഇൻഡെഫിനിറ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രി അല്ല. സർക്കാരിനോട് നമ്മുടെ ആവശ്യങ്ങൾ പറയുക, അതിൽ എത്രത്തോളം ചെയ്യാൻ സർക്കാരിന് കഴിയും എന്നുള്ളതിന് അതിന് ഈ നടന്മാരെല്ലാം തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയും സർക്കാരിന് ഒരു പരിധി വരെ. സർക്കാരുമായി നല്ല ബന്ധമുള്ള അല്ലെങ്കിൽ സർക്കാരിൽ തലപ്പത്തിരിക്കുന്ന ഭരണത്തിന്റെ തലപ്പത്തിരിക്കുന്ന മന്ത്രിമാരും മുഖ്യമന്ത്രിയുമായിട്ടൊക്കെ അടുപ്പമുള്ള നടീനടന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവർ വിചാരിച്ച് അവരും കൂടെ വന്ന്, നിർമ്മാതാക്കളുണ്ട്, സംവിധായകരുണ്ട്, അവരെല്ലാം കൂടെ പറഞ്ഞ് ഇൻഡസ്ട്രിയുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക. അതിൽ എത്രത്തോളം നേടിയെടുക്കാൻ കഴിയും എന്നുള്ളത്, കാരണം റവന്യൂ എന്ന് പറയുന്നത് ഈ ബിവറേജസ് കോർപ്പറേഷന്റെ റവന്യൂവും ഈ ലോക്കൽ സെൽഫ് ബോഡീസിന്റെ ഈ ടാക്സുമാണ് സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനങ്ങളിൽ ഒന്ന്. അത് കുറയ്ക്കാൻ സർക്കാർ തയ്യാറാകുമോ എന്ന് ചോദിച്ചാൽ പ്രായോഗികമായി ബുദ്ധിമുട്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. സർക്കാർ അത് വിശേഷം പഞ്ചായത്ത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ്, മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഈ സമയത്ത് നമ്മൾ ഒരു സമരം ചെയ്ത് ടാക്സ് കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ പുതിയ ഭരണസമിതി വരാൻ പോകുന്ന ഈ അവസരത്തിൽ അത് എത്രത്തോളം സർക്കാരിനെ തൃപ്തിപ്പെടുത്താൻ കഴിയും അല്ലെങ്കിൽ സർക്കാരിന് കുറയ്ക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അപ്പോൾ ആലോചിച്ച് തീരുമാനമെടുക്കണം. സർക്കാരും തുറന്ന സമീപനമാണെന്ന് ശ്രീ സജി ചെറിയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ചർച്ചകൾ നടക്കും, നല്ലതാണ്. ഈ സമരം ആഹ്വാനം ചെയ്യുമ്പോൾ സമരം ചെയ്യാൻ വേണ്ടിയല്ല, നമ്മുടെ ആവശ്യങ്ങൾ ആൾക്കാരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ് ഈ സമര ആഹ്വാനം എന്ന് പറയുന്നത്. അപ്പോൾ സമരം ചെയ്യും എന്ന് പറഞ്ഞാൽ അന്ന് സമരം ചെയ്യുന്നുള്ളതല്ല, ഞങ്ങൾക്ക് കുറേ പ്രശ്നമുണ്ടെന്നുള്ളത് ഇൻഡസ്ട്രി അറിയിക്കുകയാണ്. ആരെ? സർക്കാരിനെയും ജനങ്ങളെയും ബാക്കിയുള്ള ഇൻഡസ്ട്രിയിലുള്ള ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ അറിയിക്കുകയാണ്. ആ അറിയിക്കുന്നതിൽ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വിജയിച്ചിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള പരിഹാരം ഉണ്ടാവും തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അവർക്ക് വടി കൊടുത്താൽ വീണ്ടും ഇഷ്യൂസ് ഉണ്ടാവും. കാരണം വെച്ചാൽ വടിയെടുത്ത് അടിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്ന രക്ഷകർത്താക്കളുണ്ട്, ഒരു മൈനോറിറ്റി ആണെങ്കിൽ പോലും. ഞാൻ ഒരു രക്ഷകർത്താവെന്ന നിലയിൽ എൻ്റെ വിദ്യാർത്ഥിയെ, എൻ്റെ മകളെ അടിക്കുന്നതിനോട് എനിക്ക് വിയോജിപ്പില്ല. ഒരു ചൂരിലെടുത്ത് രണ്ട് അടി കൊടുക്കുന്നതിനോട് ഞാൻ പറയാതെ, ഒരു രക്ഷകർത്താവെന്ന നിലയിൽ എൻ്റെ മകളെ ഒരു അധ്യാപകൻ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനോട് എനിക്ക് വിയോജിപ്പില്ല. പക്ഷേ അത് മാത്രമാണ് വഴി എന്ന് പറയാൻ പാടില്ല. ചൂരലുമായിട്ട് വരുന്ന അധ്യാപകൻ ആ വടിയുടെ സ്ഥാനം നഷ്ടപ്പെട്ടിരിക്കുകയാണ്, അതിൻ്റെ ആവശ്യമില്ല എന്ന് വാദിക്കുന്നവരുണ്ട്. എന്നാൽ പഴയതുപോലെ
ആ വടി വേണമെന്ന് വാദിക്കുന്നവരുമുണ്ട്. ഇതൊക്കെ ഒരു അന്തരീക്ഷം അനുസരിച്ച്, ആ സ്കൂളിൻ്റെ അറ്റ്മോസ്ഫിയർ അനുസരിച്ച്, ആ സ്കൂൾ പിന്തുടർന്ന് വരുന്ന വഴികൾ അനുസരിച്ച് ചെയ്യാമെന്നുള്ളത് കവിഞ്ഞ് വടി 100% ഉപേക്ഷിക്കണം, അല്ലെങ്കിൽ വടി തിരിച്ചു കൊണ്ടുവരണം എന്നൊക്കെ പറയുമ്പോൾ ഈ വടി കാരണം അല്പം ഒന്ന് സ്ട്രോങ് ആയിട്ട് അടിച്ചു കഴിഞ്ഞാൽ, മുറിവുണ്ടായി കഴിഞ്ഞാൽ അതും പ്രശ്നമാണ്. അപ്പം അതുകൊണ്ട് അടിയാണോ, വടിയാണോ, വഴക്കാണോ, ശാസനയാണോ, അതോ ബുദ്ധിപൂർവ്വം നല്ല രീതിയിലൊക്കെ പറഞ്ഞ് മനസ്സിലാക്കലാണോ എന്നൊക്കെ ഉള്ള ഒരു കാര്യം അതാത് അധ്യാപകന്റെ രീതി അനുസരിച്ചിരിക്കും. ഇതിനൊക്കെ ഒരു നിയമം, പൊതു നിയമം കൊണ്ടുവരാൻ പറ്റില്ല എന്നാണ് എൻ്റെ പക്ഷം. അതൊരിക്കലും ന്യായീകരിക്കാൻ പാടില്ല. അധ്യാപകർ തന്നെയാണ്. ഇനി ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഞാൻ പറയാം, എൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി നന്നായി വരുമ്പോഴാണ്. അയാൾ നല്ല രീതിയിൽ കഴിയുന്നു, അയാൾ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്നു, നല്ല രീതിയിൽ സ്വന്തം ബിസിനസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ബാങ്കിൽ ജോലി നോക്കുന്നു, അല്ലെങ്കിൽ വേറെ സ്ഥാപനങ്ങൾ നടക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടുന്ന സന്തോഷം എന്ന് പറഞ്ഞാൽ അത് വിവരിക്കാൻ കഴിയില്ല. ഒരു അധ്യാപകൻ്റെ സന്തോഷം എനിക്കറിയാം. അപ്പോൾ ആ സന്തോഷത്തിനേക്കാളും വലുതൊന്നുമല്ല. അപ്പോൾ അധ്യാപകന് നമ്മളെന്തെങ്കിലും പേന വാങ്ങിക്കൊടുക്കുക, ഷർട്ട് വാങ്ങിക്കൊടുക്കുക, അതിലൊന്നുമല്ല. അധ്യാപകൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികൾ നന്നാവുക എന്നുള്ളതാണ്. അത് വർഷങ്ങൾക്ക് ശേഷം വിദ്യാർത്ഥികൾക്ക് മനസ്സിലാവും. ഇപ്പോൾ അധ്യാപകൻ കയർക്കുമ്പോൾ, ശാസിക്കുമ്പോൾ ഒക്കെ ദേഷ്യം തോന്നുമെങ്കിൽ പോലും പിന്നീട് നമ്മുടെ ജീവിതത്തിൽ നല്ല രീതിയിൽ വരുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടെന്ന് പറയുന്നത് നമ്മുടെ രക്ഷകർത്താക്കളോടുള്ളത് പോലെ തന്നെ അധ്യാപകരോട് നമുക്ക് കടപ്പാട് തോന്നും. അപ്പോൾ അധ്യാപകൻ്റെ എന്ന് പറഞ്ഞാൽ ഏത് അധ്യാപകനായിരുന്നാലും ബഹുഭൂരിപക്ഷം അധ്യാപകരുടെ നിസ്വാർത്ഥമായിട്ടുള്ള സേവനമാണ്. ശമ്പളം കിട്ടുന്നുണ്ട്, സമ്മതിച്ചു. ബാക്കി അവരുടെ കുട്ടികൾ നന്നായി വരണം, നല്ല ജോലി കിട്ടണം എന്നതിനപ്പുറം നല്ല പൗരന്മാരായി വരുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അധ്യാപക സമൂഹം തന്നെയായിരിക്കും. അതിൽ യാതൊരു സംശയമില്ല.